ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യാറുള്ള പോലെ തന്നെ യൂസ്ഡ് കാർ സീരീസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളൊരു യൂസ്ഡ് കാർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. എല്ലാവരും തിരക്കുന്ന വാഹനങ്ങളായിട്ടുള്ള സ്വിഫ്റ്റ്, വാഗണാർ, സെല്ലേറിയോ, എക്സ്പ്രസോ, പോളോ, GT ഉൾപ്പെടെയുള്ള സകല സ്റ്റോക്കും നമ്മുടെ കയ്യിൽ ഒന്നുണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ വാഹനങ്ങളാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വാഹനങ്ങളുടെ വിശേഷത്തിനകത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകണം പോളോ GT ആണ്. അപ്പോൾ GT അല്ലേ, ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും GTയുടെ ഡീറ്റെയിലോട്ട് കിടക്കാം. 2015 മോഡൽ പോളോ GT 1.2 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ വിത്ത് 7 സ്പീഡ് DST ഗിയർ ബോക്സ്. ഒരു പോളോ എടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു ഡ്രൈവിംഗ് എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വേരിയൻ്റ് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ആ ഒരു എഞ്ചിൻ ഓപ്ഷൻസും ഈ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻസും കൂടി ഒത്തുചേരുമ്പോഴാണ് ശരിക്കും ഉള്ളൊരു പോളോ GT എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത, ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത 73,000 കിലോമീറ്റർ മാത്രം ഓടിയ, നിലവിൽ നമ്മുടെ ഓണർഷിപ്പിലോട്ട് ചേഞ്ച് ചെയ്തൊരു വാഹനമാണ്. കഴിഞ്ഞ 7 മാസങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മോഡൽ കൂടിയാണ്. കാരണം RC ബുക്കിൻ്റെയൊക്കെ ഒരു ഡിലേ വന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇവൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ 7 മാസമായിട്ട് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു വാഹനം കൂടിയാണ്. 4 പുതിയ ടയറുണ്ട്. ബോഡി ക്വാളിറ്റി ആയാലും കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ ആണെങ്കിൽ തന്നെ പക്കാ നീറ്റാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനമാണെന്ന് കൂടിയാണ് എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ ഇത് 2 ലേഡി ഓണറായിരുന്നു. ഫസ്റ്റ് ഓണർ ലേഡി ഓണറാണ്. നിലവിൽ എൻ്റെ അമ്മയുടെ പേരിലോട്ട് മാറിയ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 ലേഡി ഓണർ യൂസ് ചെയ്തൊരു വാഹനം, അതും ഹൈ ക്വാളിറ്റിയിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്നൊരു വാഹനമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏകദേശം 6,40,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് കുറച്ചുകൂടി ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്കൊരു പോളോ GT സ്വന്തമാക്കാം. ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത നമുക്ക് എക്സ്പ്രസോയിലോട്ട് പോവാം. അപ്പോൾ ഇവന് ഈ പേഴ്സണലി ഇതൊരു സോപ്പ് പെട്ടി പോലത്തെ വാഹനമാണ്. അധികം ലുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഊരിയേക്കാം. ഞാനും കുറച്ച് കറക്കാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ വിഷയമുണ്ട്. എന്നാലും നമുക്ക് എക്സ്പ്രസോ വളരെ ക്യൂട്ടായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ മോഡൽ കൂടിയൊരു വാഹനം നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട എക്സ്പ്രസോയിലോട്ടാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള സീറ്റിംഗ് പൊസിഷനും ഗ്രൗണ്ട് ക്ലിയറൻസും, അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ഒരു ഫാമിലി യൂസിന് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനടക്കണം. ഒരു 17 തൊട്ട് 20 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi+ എന്ന ഫുൾ ഓപ്ഷൻ മാനുവലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് ക്യാമറ, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, ഇലക്ട്രിക്കൽ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ഒത്ത ഒരു മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് കൂടാതെ തന്നെ 30,000 രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ് കമ്പനി തന്നെ കയറ്റിയിട്ടുണ്ട്. സൈഡ് ബീഡിങ്, മിഡിൽ സ്പോയിലർ, റെയിൻ ഗാർഡ്, ഫ്രണ്ട് ക്രോം ഗാർണിഷ് തുടങ്ങിയ എല്ലാ ഫിറ്റിങ്സും കയറിയ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയർ കണ്ടീഷൻ 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം പക്കയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ റിലേറ്റീവിൻ്റെ വാഹനം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം. ഇതും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏകദേശം 4,20,000 രൂപ സ്വന്തമാക്കാം. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വാഹനം സ്വിഫ്റ്റ് ആണ്. യുവാക്കളുടെ ഹരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ് സ്വിഫ്റ്റ്. അതും ടൈപ്പ് 2 സ്വിഫ്റ്റ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനം തിരഞ്ഞെടുക്കുക. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല് മാറിയ സ്പോർട്സ് കിറ്റ് അങ്ങ് കയറ്റുക. നിങ്ങൾക്ക് അത്യാവശ്യം റീൽസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അത്യാവശ്യം നല്ല ഷോ ആയിട്ടൊരു മോഡിഫൈഡ്, ഒരു മിനിമലായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു മോഡലാണ് ടൈപ്പ് 3 സ്വിഫ്റ്റ്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പോരെ, കൈ കഴിച്ച് വേണ്ടി തോടത്തുള്ളൂ. ഒരു പെയിൻറ്റഡ് ടച്ചപ്പ് ഇല്ല, എന്താ പറയുക, ഒരു റീപ്ലേസ് ഇല്ല. വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയ 2022 സ്വിഫ്റ്റ് VXi മാനുവലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഡീഷണൽ ഫിറ്റിങ്സ് ആയിട്ട് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേക ഒരു 2D സ്റ്റീരിയോ ആണ് വരുന്നത്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള മീറ്റർ കൺസോൾ, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സും ഉണ്ട്. കൂടാതെ ഫോഗ് ലൈറ്റും കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ വാറണ്ടി ഇട്ട് തരാവുന്ന ഒരു മോഡലാണ്. കമ്പനി വാറണ്ടി നിലവിൽ റണ്ണിങ്ങുമാണ്. അപ്പോൾ അങ്ങനൊരു ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. കിലോമീറ്റർ വളരെ കുറവാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. അങ്ങനെ പല അഡ്വാൻറ്റേജ്. ഒരു പുതിയ വാഹനം സ്വന്തമാക്കുന്ന അതേ എഫക്റ്റോട് കൂടി എടുക്കാം. നിലവിൽ പുതിയ സ്വിഫ്റ്റ് വരുന്ന അറിയാം 3 സിലിണ്ടറാണ്. ഈ വാഹനം 4 സിലിണ്ടറാണ്. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്വിഫ്റ്റ് തപ്പി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു മോഡലാണ്. അത്യാവശ്യം നല്ലപോലെ ലോണും ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 6,75,000 രൂപയാണെങ്കിലും അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഒരു ഹൈ ക്വാളിറ്റി സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഇതിലും പറ്റിയൊരു വാഹനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്ത നമുക്ക് സെല്ലേറിയോ നോക്കാം. സെല്ലേറിയോ അത്യാവശ്യം ലേഡീസിനൊക്കെ പറ്റിയ ഒരു മോഡലാണ്. സെല്ലേറിയോ മാനുവലാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിൻ്റെ തന്നെ ZXi ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ABS, എയർ ബാഗ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇൻബിൽട്ട് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. അതും വാഹനത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ
അത്യാവശ്യം ചെറിയ പെയിൻറ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പർ കോർണറൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു റീപ്ലേസും ഇല്ല. വെറും 39,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 2019 സെലേറിയോ മാനുവലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതും ZXi എന്നുള്ളതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 4,25,000 രൂപയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേഡീസിനൊക്കെ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം മോഡൽ കൂടിയ തരക്കേടില്ലാത്ത എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4,25,000 രൂപ. ഇതിനെല്ലാം ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അത്യാവശ്യം മോഡൽ കൂടിയ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം പരിചയപ്പെട്ടിരിക്കുന്നത്. ഇനി അത്യാവശ്യം കുറച്ച് മോഡൽ കുറഞ്ഞ എങ്കിൽ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള Type 3 വാഗണാർ. ഇപ്പം നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് മാർക്കറ്റ് നിലവിൽ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വാഗണാർ. അതും VXi വേരിയൻറ്റ് 2014 മോഡൽ 88,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു ഏകദേശം ഒരു ഓഫർ പ്രൈസ് എങ്കിലും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയാം ഒരു 33,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ വാഹനങ്ങളാണ് നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.